അങ്ങനെ ചോദിക്കുക. ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. നമസ്കാരം. യദു എന്ന തിരുവനന്തപുരംകാരനായ എംപാനൽ KSRTC ഡ്രൈവറുടെ വിദ്യാഭ്യാസം എത്രയെന്ന് നമുക്ക് ആർക്കും തന്നെ നിശ്ചയമില്ല. അതെ, ഈ സാധനത്തിന് എന്താ ചെയ്യാൻ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ സ്വാഭാവികമായ വികാരങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു സാധാരണ ഡ്രൈവർ. ഒരു കാര്യം ഞാൻ വന്നേ. അതുകൊണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം അഭ്യാസമൊക്കെ കാട്ടുന്നുണ്ട് എന്നത് വാസ്തവമാണ്. നിന്നോടാരും സംസാരിക്കണമെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞ കേക്കണ്ടേ നീ? ഒറ്റക്കൊറ്റക്ക് മുട്ടാവാടാ. KSRTC പോലൊരു ബസ്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ്, അതും നല്ല ലാഭത്തിലോടുന്ന ഒരു റൂട്ട് ഉറപ്പിച്ച് ഏൽപ്പിക്കണമെങ്കിൽ അങ്ങനെ മിടുക്കന്മാർക്ക് മാത്രമേ അതിനവസരം കിട്ടൂ. തിരുവനന്തപുരം മേയറും ഭർത്താവായ CPM MLAയും മറ്റു കുടുംബാംഗങ്ങളും എതിർഭാഗത്ത് വന്നു. അതാണ് അദ്ദേഹത്തിന് നല്ല ചുറുചുറുക്കുള്ള ഒരു നാവുണ്ട് എന്നല്ലാതെ രാഷ്ട്രീയ പിന്തുണയോ സാമ്പത്തിക പിന്തുണയോ നിയമപരമായ പിന്തുണയോ ഒന്നുമില്ല. സാധാരണഗതിക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ജനവികാരം KSRTCക്കെതിരാവേണ്ടതാണ്. എന്നാൽ നമ്മളിട്ട് ഓടിക്കുന്നത് ഇയാള് നമ്മളെയല്ല, നമ്മൾ ഇയാളായിട്ട് ഓടിക്കുന്നത്. അതെന്തിന്? അയാളെ താക്കോലെങ്കിലും കൊടുക്കുക. ജനങ്ങൾ CPMകാരടക്കം ഒരുമിച്ച് ഏകമനസ്സോടെ മേയറെ തള്ളിപ്പറഞ്ഞു. അതിന്റെ കാരണം മേയറുടെ അഹങ്കാരം തന്നെയാണ്. ഒക്കെ തുടർച്ചയായതുകൊണ്ട് ജനങ്ങൾ നന്നേ വെറുത്തു തുടങ്ങിയിരുന്നു. തിരുവനന്തപുരംകാർക്ക് ഈ മേയറെ കണ്ണിൽ കണ്ടുകൂടാത്ത അവസ്ഥ നേരത്തെ ഉണ്ടായതാണ്. സമാധാനത്തോടെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അടുപ്പുകല്ലിൽ പോലും അഴിമതി കാട്ടിയ ആ അഹങ്കാരത്തിനെതിരെയാണ് യദു എന്ന ഒരു ഡ്രൈവർ ഒറ്റയാൻ പോരാട്ടം നടത്തി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നത്. നിങ്ങളുള്ള വകുപ്പുകൾ ചാർത്തി കേസെടുത്ത് അട്ടിമറിക്കാൻ ശ്രമിച്ച സംവിധാനത്തിന് ഒടുവിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ വരെ ചാർത്തി കേസെടുക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി അയാൾ റൂമിൽ ഉറങ്ങാനായിട്ട് പോയപ്പോ അണ്ണാ നമ്മളെല്ലാം ഒന്നല്ലേ അണ്ണാന്ന് പറഞ്ഞ് ബലമായിട്ട് ആ പാവപ്പെട്ടവനെ പിടിച്ച് വലിച്ച് സക്കറിയയുടെ റൂമിൽ കടത്തിയിട്ട് ബലമായിട്ട് അയാളുടെ റൂമിന്റെ താക്കോല് പിടിച്ചു വാങ്ങിച്ചൊന്നും ഓർമ്മയില്ല.